ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റുപോയ ആളാണ്, പരാജയപ്പെട്ടു പോയ ആളാണ്. 10ാം ക്ലാസ്സിൽ മാത്രമല്ല, വേദപാഠത്തിന് ഞാൻ തോറ്റുപോയി. എൻ്റെ ഒരു കണക്ക് പ്രകാരം ആ ജില്ലയിൽ ആരും വേദപാഠത്തിന് തോറ്റിട്ടില്ലെന്നാണ് എൻ്റെ വിചാരം. എന്നോടൊരാൾ ചോദിച്ചു അന്നത്തെ കാലത്ത്, ഇയാൾ വേദപാഠത്തിന് പോലും ജയിച്ചിട്ടില്ലല്ലോ എന്ന്. ഞാൻ അറിഞ്ഞില്ല വേദപാഠത്തിന് തോറ്റുപോയത്. ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു, ഇയാൾ വേദപാഠത്തിന് പോലും ജയിച്ചിട്ടില്ലല്ലോടോ എന്ന്. വേദപാഠത്തിന് അത്യാവശ്യം എല്ലാവരും ജയിക്കുന്നതാണ്. അപ്പോഴാണ് എന്നോട് പറഞ്ഞു, ഇയാൾക്ക് വിശ്വാസം വരുന്നില്ല, ആ നോട്ടീസ് ബോർഡിൽ പോയി നോക്കാൻ. ഞാൻ പോയി നോക്കിയപ്പോൾ എൻ്റെ പേര് മാത്രം റെഡ് മഷി പേനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, എന്ന ആഗ്രഹം സെമിനാരി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇടോ സെമിനാരി പോകണമെങ്കിൽ മിനിമം വേദപാഠമെങ്കിലും ജയിക്കണം. അങ്ങനെ 10ാം ക്ലാസ്സിലെ പരീക്ഷയും വേദപാഠ പരീക്ഷയും തോറ്റുപോയ ആൾ ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ളത് ഒന്നാമത്തെ സാക്ഷ്യമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഞാൻ സെമിനാരി ചേർന്നു. സെമിനാരി ചേരുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോറ്റയാളായിട്ട്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ